നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളം വിധി എഴുതി കഴിഞ്ഞിരിക്കുന്നു. കോൺഗ്രസിന് കൂടുതൽ സീറ്റുകൾ ലഭിക്കും എന്നതിനേക്കാൾ ഉപരി ഏതാനും സീറ്റുകൾ BJP ജയിച്ചേക്കും എന്നുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടും പുറത്തു വന്നിരുന്നു. ഇന്നലെ കേരളം വിധി എഴുതിയതിനു ശേഷം സംസ്ഥാന മുഖ്യമന്ത്രി നടത്തിയ പ്രതികരണങ്ങൾ അത്രയും ആ റിപ്പോർട്ടിന്റെ ആഘാതത്തിൽ നിന്നുള്ളതാണ് എന്ന് നമുക്ക് വ്യക്തമാകും. ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി അവസാന കച്ചിത്തുരുമ്പും കൈവിട്ടു പോകുന്നതിന്റെ എല്ലാ നിരാശയും മുഖ്യമന്ത്രിയുടെ ശരീരഭാഷയിൽ ഉൾപ്പെടെ നിറഞ്ഞു നിന്നിരുന്നു. വോട്ടെടുപ്പ് ദിവസത്തെ മുഖ്യമന്ത്രിയുടെ ശരീരഭാഷയും അങ്കലാപ്പും ഒക്കെ അതിനുള്ള വലിയ തെളിവുകളായും ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. മാധ്യമ പ്രവർത്തകരോടുള്ള പ്രതികരണങ്ങളിലടക്കം അത് വളരെ പ്രകടമായിരുന്നു. മാത്രമല്ല, രാവിലെ തന്നെ CPM കേന്ദ്ര കമ്മിറ്റി അംഗവും LDFന്റെ കൺവീനറുമായ EP ജയരാജനെ പരസ്യമായി കുറ്റപ്പെടുത്തിയത് പോലും ഈ ഒരു ആഘാതത്തിന്റെ പിന്നിൽ നിന്നുകൊണ്ടായിരുന്നു. പരാജയ ഭീതി മൂലം തന്നെയാണ് വോട്ടെടുപ്പിന്റെ നിർണായക മണിക്കൂറുകളിൽ പാർട്ടി കൺവീനറെ പാപി എന്ന് പോലും വിശേഷിപ്പിക്കാനുള്ള ഒരു ധൈര്യം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു എടുത്തുചാട്ടം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. കടുത്ത പിണറായിസ്റ്റുകളെ പോലും ഈ പരാമർശങ്ങൾ ഞെട്ടിപ്പിച്ചിരുന്നു. പാർട്ടിക്കും തനിക്കുമെതിരായി എത്ര കടുത്ത ആരോപണങ്ങൾ ഉയർന്നാൽ പോലും അതിന്റെയൊക്കെ ചോദ്യങ്ങൾ മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ വളരെ വിദഗ്ധമായി അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറുന്ന ഒരു പ്രകൃതം നമ്മുടെ മുഖ്യമന്ത്രിക്കുണ്ട്. പക്ഷേ ഇന്നലെ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖമടച്ച് വീഴുന്ന കാഴ്ചയാണ് കേരളം കണ്ടത്. വരാനിരിക്കുന്ന ഈ തെരഞ്ഞെടുപ്പിന്റെ വിധി അത് സംസ്ഥാന ദുർഭരണത്തിന്റെ പ്രതിഫലനമാകില്ല എന്ന് മുഖ്യമന്ത്രി തന്നെ പറയാതെ പറഞ്ഞു വച്ചതുപോലെ ആയിപ്പോയി ഇന്നലത്തെ അദ്ദേഹത്തിന്റെ എല്ലാ പ്രതികരണങ്ങളും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.